അല്പസമയത്തിനകം മാസപ്പടി കേസുമായുള്ള ചോദ്യം ചെയ്യലിന് വീണ ടി കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തുന്ന. അല്പസമയത്തിനകം വീണ ടി അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. പിണറായി വിജയന്റെ മകൾ വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, എപ്പോഴാണ് വീണ എത്തുക? ഉന്മേഷ്, അല്പസമയത്തിനകം വീണ ടി ഇവിടേക്ക് ഹാജരാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ആസ്ഥാനത്തേക്ക് ഹാജരാകും. അത് ഇവിടെ ഇതപ്പോൾ കേരള പോലീസ് എത്തിയിട്ടുണ്ട്. അവർക്ക് അകത്തേക്ക് കയറുന്നതിനുള്ള ഒരു പാത ഒരുക്കുന്ന രീതിയിൽ തന്നെ പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. മറ്റ് CPM-ന്റെയോ മറ്റ് പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ഇല്ല. നമ്മൾ ഇതിനു മുൻപ് റെയ്ഡിന്റെ സമയത്തൊക്കെ കണ്ടതുപോലെ തന്നെ നിരവധി പ്രവർത്തകരും അല്ലെങ്കിൽ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ED ആസ്ഥാനത്തിന്റെ ഈ സമീപത്ത് അങ്ങനെ ആരും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നും അല്പസമയത്തിനകം EDക്ക് മുൻപിൽ ഹാജരാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഒരു വൈകലില്ല. കാരണം ഇത് രണ്ടാമത്തെ സമൻസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് കഴിഞ്ഞ സമൻസ് അയച്ചത്. ആ സമയത്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ആ അവധി ചോദിച്ചിരുന്നത്. പിന്നീട് 2 ആഴ്ചത്തെ അവധി ചോദിച്ചു എന്നുണ്ടെങ്കിലും 5 ദിവസത്തെ മാത്രം നൽകുകയും ഈ ബുധനാഴ്ച തന്നെ ഹാജരാകണമെന്ന് ED പറയുകയുമായിരുന്നു. നേരിട്ട് വരണമെന്നുള്ളതാണ് പറഞ്ഞത്. ഇതിനു മുൻപ് രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിരുന്നു. അതായത് എക്സാലോജിക്കും CMRലും തമ്മിലുണ്ടാക്കിയിരുന്ന കരാർ, അത് എന്ത് തരത്തിലുള്ള സേവനങ്ങൾ തുടങ്ങി അവരുടെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ അഭിഭാഷകൻ മുഖേന ഹാജരാക്കി എന്നുള്ളതായിരുന്നു. പക്ഷേ നേരിട്ട് തന്നെ വീണ ടി ഹാജരാകണമെന്ന് ED പറയുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഉന്മേഷ് 2 കാര്യങ്ങളിലാണ് മറുപടി വേണ്ടത്. എന്താണ് എക്സാലോജിക് സേവനമായി CMRലിന് നൽകിയത്, അല്ലെങ്കിൽ അതിന് ഇത്ര വലിയ തുക എല്ലാ മാസവും 5 ലക്ഷം രൂപ വെച്ച് ലഭിച്ചു എന്നുള്ളതാണ്. 2,78,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളതാണ്. അത് എന്തായിരുന്നു ആ സേവനം എന്നതിനെ സംബന്ധിച്ചാണ് ഒരു കൃത്യത വേണ്ടത്. അത് രേഖകളിൽ ഒന്നും തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് SFIയുടെ കണ്ടെത്തലുമുണ്ടായിരുന്നു. SFIയുടെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ EDക്ക് ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തുകയ്ക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ എന്തായിരുന്നു? മാത്രമല്ല വീണയ്ക്ക് 50 ലക്ഷത്തോളം രൂപ ഇതിന്റെ ഒരു ഉപകരാർ പോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വായ്പയായി എടുത്തിട്ടുണ്ട്. അങ്ങനെ വായ്പ ലഭിക്കാനുള്ള സാഹചര്യം, അതിന്റെ തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തത തേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊസീഡിംഗ് ഓഫ് ക്രൈമിൽ വരികയും ആ തുകയ്ക്ക് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതെന്താണോ സ്വത്ത് അത് കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ പ്രാഥമികമായി അതിനൊക്കെ മുൻപുള്ള ചോദ്യം ചെയ്യലാണ് നടക്കേണ്ടത്. അതിനായിട്ട് ഇന്ന് ഹാജരാകും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. അല്പസമയത്തിനകം തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്തോ കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു പാർട്ടിക്കാർ ഒരുമിച്ച് കൂടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അതിന് ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൊച്ചിയുടെ ED ആസ്ഥാനത്തില്ല. പക്ഷേ പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട്. ED ഓഫീസിലെ അകത്തേക്ക് കയറാവുന്ന രീതിയിൽ തന്നെ പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു പാത ഒരുക്കുന്നത് പോലെ തന്നെ അത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടുത്തെ കാഴ്ച. ഉന്മേഷ്, വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളായി പൂർത്തിയായിരുന്നു. വീണയെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലി തയ്യാറാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത തേടുക ED? വിഷ്ണു. ഉന്മേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം വീണയിൽ നിന്ന് ചോദ്യം ചെയ്യൽ തുടങ്ങാം എന്നുള്ളതായിരുന്നു CMRL കേസിൽ ED പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വീണ വെള്ളിയാഴ്ച ഹാജരായില്ല. അവർ അനാരോഗ്യത്തെ തുടർന്ന് മറ്റൊരു ദിവസം തേടുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഹാജരാകുന്നത്. പക്ഷേ തിങ്കളാഴ്ച ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയും അതോടൊപ്പം ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യ ജയ എസ് കർത്തയും മകൻ ശരൺ എസ് കർത്തയും ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇപ്പോൾ നിലവിൽ വീണയെ ചോദ്യം ചെയ്യുന്ന. പ്രധാനമായും 2 ചോദ്യങ്ങൾക്കാണ് വീണ മറുപടി നൽകേണ്ടത്. ഒന്ന്, ഇന്റർ സെറ്റിൽമെന്റിന്റെ കണ്ടെത്തലുണ്ട്. വീണ സേവനങ്ങളൊന്നും കാര്യമായി നൽകാതെയാണ് ഇത്തരത്തിൽ 2.78 കോടി രൂപ വീണ CMRൽ നിന്ന് കൈപ്പറ്റിയതെന്ന്. പക്ഷേ വീണയും ഒക്കെ പ്രതിരോധത്തിൽ പറഞ്ഞത് ഇത് അത്തരത്തിൽ അങ്ങനെയല്ല, താൻ കൃത്യമായി സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രതിരോധമായി നൽകിയത്. പക്ഷേ അത് EDക്ക് മുൻപിൽ വിശദീകരിക്കേണ്ടി വരും. എന്ത് സേവനമാണ് എക്സാലോജിക് സൊല്യൂഷൻ CMRൽ നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തത. ഈ 182 കോടി രൂപയുടെ കള്ളക്കണക്ക് ഈ CMRL കമ്പനി ഉണ്ടാക്കിയെന്നും അതിൽ നിന്നുള്ള പണമാണ് ഈ വീണ അടക്കമുള്ള ആളുകൾക്ക് പോയതെന്നും നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ പണം ഈ ക്രൈമിന്റെ ഭാഗമാണ്, പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമാണ്. ആ പൈസ എങ്ങോട്ടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതല്ല എങ്കിൽ അത് എവിടെയാണ് കൊടുത്തത്, ഈ നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത പറഞ്ഞു. ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് വീണ ഉത്തരം നൽകേണ്ടത്. കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ട് പ്രകാരം, അതായത് PMLA ആക്ട് പ്രകാരമാണ്
നിലവിൽ ED അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമായി EDക്ക് മുമ്പിലുള്ള തെളിവ് ഇന്റർനെറ്റ് സെറ്റിൽ മോഡിൽ SFIO കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സെറ്റിൽ മോഡിന്റെ റിപ്പോർട്ടും തുടങ്ങിയ വസ്തുക്കളൊക്കെയാണ്. അപ്പോൾ അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണയെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ SFIO രജിസ്റ്റർ ചെയ്ത കേസിൽ 11ാം പ്രതിയാണ് വീണ തൈക്കണ്ടിയിൽ. അവരെ ചെന്നൈയിൽ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ SFIOയുടെ അന്വേഷണം അത് കമ്പനി തലത്തിൽ കമ്പനികാര്യ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. EDയിലേക്ക് എത്തുമ്പോൾ അത് തികച്ചും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ അന്വേഷണ സ്വഭാവമുള്ള കേസാണ്. നേരത്തെ CMRൽ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് 2 തവണ ഹൈക്കോടതിയിൽ പോയിരുന്നു. ആദ്യം സിംഗിൾ ബെഞ്ചിനെ പിന്നീട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത് ED അന്വേഷണം അനിവാര്യം എന്ന് പറയുന്നതിൽ വസ്തുതയുണ്ട്, അതിൽ പ്രഥമ ദൃഷ്ടിയാൽ ആവശ്യം നിലനിൽക്കുന്നതാണ് പറഞ്ഞാണ് അവരുടെ ഹർജി തള്ളിയത്. പക്ഷേ നേരത്തെ ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ പോയെങ്കിലും കനത്ത തിരിച്ചടി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു, വിമർശനം നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. EDയുടെ അന്വേഷണം മറ്റൊരു തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വീണ ടി, എക്സാലോജിക്കിന്റെ ഉടമയായ വീണ ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് CMRലും അതോടൊപ്പം തന്നെ എക്സാലോജിക്കും തമ്മിൽ കരാറിൽ ഒപ്പിടുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ കരാർ എക്സാലോജിക്കുമായും 5 ലക്ഷം രൂപയുടെ കരാർ വീണയുമായുമാണ് ഉണ്ടായിരുന്നത്. പ്രതിവർഷം 96 ലക്ഷം രൂപയുടെ കരാറാണ് എക്സാലോജിക്കും CMRലും തന്നെ ഒപ്പിട്ടിരുന്നത്. അവർക്ക് IT സേവനങ്ങൾ നൽകിയതിന്റെ ഭാഗമായി പണം നൽകിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ CMRൽ പറഞ്ഞത്. പക്ഷേ ഇന്റർനെറ്റ് സെറ്റിനോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.